എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും നടക്കാൻ ഇറങ്ങിയതാണ്. അവരിങ്ങനെ സംസാരിച്ച് വരുമ്പം നന്ദു പറയുന്നുണ്ട്, പണ്ട് അമ്മ ഇങ്ങനെ നടക്കാൻ പോയിക്കൊണ്ടിരുന്നത് നവ്യേച്ചയും കൊണ്ടായിരുന്നു. ആ സമയത്ത് ഏത് ആണുങ്ങളെ കണ്ടാലും അത്യാവശ്യം നല്ല ബൈക്കിലോ കാറിലോ വരുന്ന ആണുങ്ങളാണെങ്കിൽ അന്നേരം പിടിച്ചിർത്തി ചോദിക്കും ഏത് വീട്ടിലെയാണ് എന്താണ് എന്നൊക്കെ. എന്തൊക്കെയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം നന്ദൂട്ട ആ സ്വഭാവമൊക്കെ ഞാൻ മാറ്റി വെച്ചു എന്ന് എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനാ ഇപ്പം ഇതൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ അവർ സംസാരിച്ചിങ്ങ് വരുന്നേക്കും രണ്ടാണുങ്ങൾ അതിലൂടെ വന്നു. അവന്മാർ ബൈക്ക് കൊണ്ട് നേരെ പോയിട്ട് പിന്നെയും തിരിച്ചു വരുന്നു. അന്നേരം ഇത് കാണുന്ന കനക ചോദിക്കും, നിനക്കൊന്ന് നേരെ ബൈക്ക് കൊണ്ട് പോകാൻ അറിയത്തില്ലേടാ എന്ന്. അന്നേരം അവന്മാർ പറയുവാണ്, അതെങ്ങനെയാ നേരെ പോകുന്നത്, ആമാതിരി കളറ് സാധനങ്ങളല്ലേ നടന്നു പോകുന്നത് എന്ന്. അന്നേരം ഓഹോ നിനക്ക് അങ്ങനെ തോന്നിയോ, എങ്കിൽ ഈ സിറ്റുവേഷൻ ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് കളറാക്കാം എന്ന് പറഞ്ഞ് നന്ദു അവന്മാരെ എടുത്തിട്ട് അടിക്കുന്നു. കുറേ സ്റ്റണ്ടൊക്കെ കഴിഞ്ഞ് അവന്മാരോട് ചോദിക്കുവാണ്, ഞാൻ ആരാണ് എന്ന് നിനക്കറിയാവോ എന്ന്. അന്തേക്കും അവൻ പറയും, ആരാണെങ്കിലും നിസ്സാരക്കാരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അന്നേരം ഞാൻ ഇവിടുത്തെ SI ആണ്, ഇനി ഏതെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾ കമൻ്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ അങ്ങ് വിടുവാണ്. അന്തേക്കും ഭയങ്കര സന്തോഷം കനകയ്ക്ക്. ഏതായാലും ഇന്ന് നടക്കാൻ ഇറങ്ങിയത് കൊണ്ട് ഇങ്ങനത്തെ കുറേ സീനൊക്കെ കാണാൻ പറ്റി എന്ന് പറഞ്ഞാൽ അവരങ്ങ് നടന്നു പോരുവാണ്. അന്നേരം ഇങ്ങനെ തമാശ പറഞ്ഞ് പോരുന്നതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് വിക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ വയ്യാതാവുകയാണേ. അന്തേക്കും നന്ദു, ചേച്ചിക്ക് ഒരുപാട് ചിരിക്കാനൊന്നും പറ്റിയില്ലാത്ത അവസ്ഥയാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മ ഇങ്ങനെ തമാശ പറയല്ലേ എന്നൊക്കെ പറയുന്നു. അങ്ങനെ സംസാരിച്ച് വരുമ്പം ഇവർ കാണുവാണ് ഓപ്പോസിറ്റ് ഒരു പാലത്തിൽ നിന്ന് അഭിയും നാഗേന്ദ്രനും കൂടി സംസാരിക്കുന്നത്. അന്നേരം കനക പറയും, ആരും കാണിയല്ല എന്ന് കരുതിയാണ് നമ്മൾ ഇതിലൂടെ വന്നത്, ഇതിപ്പോൾ ആകെ പാരയായല്ലോ, അവർ പോകാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ആരും കാണാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവരും ഇങ്ങോട്ട് വന്നത്, ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അത് സാരമില്ല, അവരിവിടുന്ന് പറപ്പിക്കാനുള്ള ഒരു മാർഗം എൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നില്ല കാണുന്നില്ല എന്നൊക്കെയാണ് അവൻ്റെ അമ്മയോട് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അതങ്ങ് പൊളിച്ചു കൊടുക്കാം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അത് കഴിഞ്ഞ ദിവസം ഇളയച്ചൻ പൊളിച്ചതാണല്ലോ, അതുകൊണ്ടാണല്ലോ അവൻ്റെ കാരണം തുറന്നു കൊടുത്തത്, അതുകൊണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അത് സാരമില്ല, അന്ന് ഇളയച്ചൻ പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ അമ്മ, ഇന്ന് നേരിട്ട് വന്ന് കാണട്ടെ, ഞാൻ ഏതായാലും ഈ കാര്യം ഒന്ന് എൻ്റെ കൂട്ടുകാരി വിളിച്ച് പറയട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നവ്യ ഈ വിവരം അവളെ വിളിച്ച് പറയുവാണ്, ഒരു മെസ്സേജ് അയക്കണം ജലജയ്ക്ക്, ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇവൻ്റെ അമ്മയ്ക്ക് ഇങ്ങേരുമായിട്ട് ഇവൻ സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല, അത്രയ്ക്ക് ദേഷ്യത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നയന പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രധാന കാരണം ഇവൻ്റെ അമ്മ തന്നെയാണ്, ഏതായാലും കുറച്ച് കാര്യങ്ങളൂടെ കണ്ടുപിടിക്കാനുണ്ട്, അതിൻ്റെ പുറകെയാണ് ഞാനും ആദർശേട്ടനും എന്നൊക്കെ നയന പറയുന്നുണ്ട്. ഏതായാലും നവ്യ പറഞ്ഞതുപോലെ തന്നെ നമിത ചെയ്യുന്നു. നമിത ജലജയ്ക്കൊരു മെസ്സേജ് അയക്കുവാണ്. ഈ സമയം ജലജ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കഴുത്തിൽ വലിയ പടച്ചിട്ട പോലത്തെ ഒരു വലിയൊരു മാലയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ടിങ്ങനെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മെസ്സേജ് ചെല്ലുന്നത്. മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ആരാണ് എന്ന് നിങ്ങൾ അറിയണ്ട, പക്ഷേ നിങ്ങളുടെ ദുഷ്ടനായ ഭർത്താവും മകനും ഇപ്പോൾ പാർക്കിലുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേക്കുന്നത്. അത് കേൾക്കുന്നേക്കും ആകെ ദേഷ്യമാവുന്നു. അൺനോൺ നമ്പറാണ്, ആരെങ്കിലും പറ്റിക്കാനാണോ പോലും എന്നിങ്ങനെ ആദ്യം ചിന്തിക്കും. എങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് കരുതി ജലജ അവിടെ നിന്ന് പോരുവാണ്. ഈ സമയമെല്ലാം ഇവർ പാർക്കിൽ വെയിറ്റ് ചെയ്യുക, കാരണം ഈ പാലത്തിലൂടെ വേണം ഇവർക്ക് തിരിച്ചു പോകാൻ. നേരം അഭിയും നാഗേന്ദ്രനും പോയാലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. നമിത പറഞ്ഞിട്ട് അവരെന്താ വരാത്തേ എന്നൊക്കെ ഓർത്ത് നവ്യ ഇങ്ങനെ അക്ഷമയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആ സമയം നാഗേന്ദ്രനും അഭിയും സംസാരിക്കുന്നതും കേൾപ്പിക്കുന്നുണ്ട്. രണ്ടുപേരൂടെ പറയുവാണ്, ഓണത്തിന് ഇത്തിരി നഷ്ടം ഉണ്ടായാലും വേണ്ടില്ല, മൂർത്തീസ് ജ്വല്ലറിയേക്കാൾ കൂടുതൽ സെയിൽസ് നമുക്കുണ്ടാകണം, ഞാൻ ഇങ്ങോട്ട് വന്നത് അനന്തപുരിക്കാരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാനാണ്, അല്ലാതെ തിരിച്ചു പോകാനല്ല. അയാൾ വീണ്ടും എൻ്റെ കർണത്ത് കൈവച്ചു, അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പം അഭി പറയുവാണ്, അവിടുത്തെ ഇളയമ്മാവൻ എൻ്റെ കർണത്തും കൈവച്ചു, അത് അച്ഛനും അറിഞ്ഞതല്ലേ, ഞാൻ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞാണ് അയാൾ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജയ്ക്ക് ഇത് കാണുന്ന ദേഷ്യം വരുന്നു. ജലജ വന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞായിരുന്നു ഇയാളെ കാണരുതെന്ന്, എന്നിട്ട് നീ നിൻ്റെ അമ്മയെ പറ്റിക്കുമായിരുന്നു അല്ലേ, നിനക്ക് വാക്കിന് വിലയുണ്ടോടാ, ഈ ദുഷ്ടൻ്റെ കൂടെ വന്ന് നിൽക്കേണ്ട കാര്യം നിനക്ക് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം നാഗേന്ദ്രനും പറയുന്നുണ്ട്, ആരാ തെറ്റ് ചെയ്തതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എന്തിനാ ഞാൻ ഇവനെ കാണുന്നത്
എന്നതിൽ ഭയക്കുന്നത്? നിൻ്റെ കള്ളത്തരമെല്ലാം ഇവൻ അറിയും എന്ന് കരുതിയല്ലേ? നീ ചെയ്തതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഇവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നുണ്ട്, നിങ്ങൾ അതല്ല അതിനപ്പുറവും പറയും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ആവശ്യമില്ലാതെ നിങ്ങളെ കാണണ്ട എന്ന് ഞാൻ ഇവനെ വിലക്കിയത്. നിങ്ങൾ ഈ മക്കളെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം നിങ്ങളെ ശല്യം ചെയ്യാൻ ഞാൻ വന്നിട്ടില്ല. അതുപോലെ തന്നെയായിരിക്കണം തിരിച്ചുള്ള പെരുമാറ്റവും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഒരു തവണ അച്ഛൻ താക്കീത് തന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. അത് നിങ്ങൾ മറക്കരുത്. ഇനി ഈ വയസ്സാം കാലത്ത് അച്ഛനെ കൊണ്ട് വേറെ പലതും ചെയ്യിക്കാൻ നിങ്ങൾ ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എന്നിട്ട് അഭിയും വിളിച്ചുകൊണ്ട് പോവാണ്, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോണം. ഇനിയും നീ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം കാണേണ്ടി വരും. നിൻ്റെ അമ്മ പച്ചയ്ക്ക് നിന്ന് കത്തുന്നത് അതുകൂടെ കണ്ടാലേ നിനക്ക് മനസ്സമാധാനം ആകുകളോടാ എന്നൊക്കെ ചോദിച്ചിട്ട് പിടിച്ചു വലിച്ച് അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകുന്നു. അന്നേരം ആകെ വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് നാഗേന്ദ്രൻ. അന്നേരം ഇവരിങ്ങ് പോയി കഴിയുമ്പോഴേക്കും നവ്യ ചോദിക്കും, ഇയാളെന്താ പോകാത്ത, ഇയാളെന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, അയാൾക്ക് ഇത്തിരി ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് തീരാൻ വേണ്ടി നിൽക്കുന്നതാണ്, ഇപ്പം തന്നെ പോകുമായിരിക്കും എന്ന്. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ നാഗേന്ദ്രനും അങ്ങ് പോകുന്നു. അവർ നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുവാണ്. ഏതായാലും അവിടുന്ന് പോരുന്ന ജലജ നേരെ വീട്ടിൽ വന്നിട്ട് അഭിയേനെ കാറിൽ നിന്ന് ഇറക്കി വലിച്ച് തിണ്ണയിലേക്ക് ഫ്രണ്ടിലത്തെ വരാന്തയിലേക്ക് കൊണ്ടുപോയി തള്ളുവാണേ. അന്നേരം ഇത് കണ്ടുകൊണ്ട് അവന്തി അങ്ങോട്ട് തന്നെ, ഇത് എന്നതാമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവൻ എന്താ കാണിച്ചതെന്ന് അവനോട് ചോദിച്ചു നോക്ക്. അവൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടനെ കാണാൻ പോകരുത് എന്ന് ഞാൻ പറഞ്ഞതാണ്, എന്നിട്ടും അവൻ കാണാൻ പോയി. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇനി ഈ പോക്കാണെങ്കിൽ നീ ഒരു പോക്ക് പൊക്കോണം, പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത് എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടോണ്ട് ദേവയാനിയും അങ്ങോട്ട് വരും. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, ഈ കുടുംബത്തെയും ഇവിടുത്തെ ജ്വല്ലറിയും ഒക്കെ തകർക്കാൻ നോക്കിയതാണ് നാഗേന്ദ്രൻ, എന്നിട്ട് നീ ഇപ്പോഴും അവനോടൊപ്പം കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നു. ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അന്നേരം അഭി എന്നത്തെയും പോലെ തന്നെ പറയുന്നുണ്ട്, എന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കി MD സ്ഥാനം വരെ എനിക്ക് കൊടുത്തു, എനിക്കൊന്നും തന്നില്ല, അപ്പോൾ പിന്നെ എനിക്ക് തെണ്ടി നടക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയത് എന്നൊക്കെ അഭിയും പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നിനക്കറിയാലോ. ഇനി നീ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ മുന്നിൽ കണ്ടുപോകരുത്, കയറിപ്പോ എന്ന് പറഞ്ഞ് തള്ളിപ്പെറുക്കി വീടിൻ്റെ അകത്തേക്ക് വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന്തിയോട് ചോദിക്കും, നീ നിൻ്റെ അച്ഛനെ കാണുന്നുണ്ടോടി, അതും ഇവനെ പോലെ നീ മറച്ചു വെച്ചേക്കുവാണോ എന്ന് ചോദിക്കുമ്പം, അമ്മ എന്താ ഈ പറയുന്നത്, ആ മനുഷ്യൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി അവന്തികയുടെ കൂടെ കൂടുവേ, നീ എന്തിനാ മോളെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്, അതൊന്നും അങ്ങനെ പറയണ്ട, മോൾ അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അഭിയനെ കുറെ കുറ്റം പറഞ്ഞിട്ട് ദേവേനെ അകത്തോട്ട് പോകുന്നു, ജലജയും അകത്തോട്ട് പോകുന്നു. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുക അവന്തിക. പിന്നെ കണിയുന്ന കനകയും ഗോവിന്ദനെയാണ്. കനക പറയുവാണ്, എങ്ങനെയെങ്കിലും നന്ദുട്ടൻ്റെയും നവീൻ മോൻ്റെയും വിവാഹം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഭാരങ്ങളൊന്നും ഇല്ല എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് നേരാണ്, എങ്ങനെയെങ്കിലും ആ വിവാഹം നടത്തി വിടണമെന്ന്, വേറെ തടസ്സമൊന്നും ഇല്ലല്ലോ ഇനി, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് കൂടി ഗോവിന്ദൻ പറയുമ്പം കനക പറയുന്നുണ്ട്, അങ്ങനെ പറയാറായിട്ടൊന്നുമില്ല, നയനയും നവ്യയും ഒക്കെ ഇപ്പം നന്ദുട്ടൻ്റെ ഇഷ്ടത്തിനൊപ്പമാണ്, അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇനിയും നന്ദുട്ടനെ ആ വീട്ടിലോട്ട് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നവീനുമായിട്ടുള്ള വിവാഹം തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ച് നിൽക്കുന്നതേക്കും നവ്യ പോകാൻ റെഡിയായി വരുവാണ്. അന്നേരം മോള് പോവാണോ എന്ന് ചോദിക്കുമ്പം അഭിയോട് പറഞ്ഞ സമയം കഴിഞ്ഞു, ഇനിയും താമസിച്ചാൽ അവന് സംശയം തോന്നും, അവനങ്ങനെ സംശയം തോന്നേണ്ട സമയമായിട്ടില്ല, എനിക്ക് അവനെ കുറച്ചുകൂടി പാഠം പഠിപ്പിക്കാനുണ്ട്, പിന്നെ എൻ്റെ ജീവിതം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇപ്പോഴും അനന്തപുരിയിലെ മരുമകളാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു തട്ടുകേടും വരാതെ അവർ നോക്കിക്കോളും, എൻ്റെ ജീവിതവും എൻ്റെ മകൻ്റെ ഭാവിയും അവിടെ സുരക്ഷിതമാണ്, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, ഏതായാലും ഞാൻ ഇറങ്ങുവാണ് എന്ന് പറയുന്നു. അന്നേരം നയനയോട് നീയും ഉടനെ വരികയില്ലെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ആദർശേട്ടനെ വിളിക്കും, എന്നിട്ട് ഞങ്ങൾ വന്നേക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടുന്ന് പോരുവാണ്. ഈ സമയം ഇവിടെ അനന്തപുരിയിൽ മുത്തശ്ശനും ദേവേനയും കൂടെ സംസാരിക്കുവാണേ. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, നാഗേന്ദ്രൻ്റെ ഓഫീസിൽ മോഡലായിട്ട് പോയപ്പോൾ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തിയതാണ് നവ്യേനെ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമാവുകയാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സമയമല്ല ഇത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം, അവൾ മോഡലിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്
തീരുന്നത് എന്നൊക്കെ പറയുവേ. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും നവ്യയും കൊച്ചൂടെ വരും. അന്നേരം നവ്യേനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ പോയിട്ട് എങ്ങനെയാ സന്തോഷമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അമ്മയും അച്ഛനും എൻ്റെ അനിയത്തിമാരുമായിട്ട് സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് ഉറങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ നടക്കാൻ പോയി, അന്നേരം കുറേ വിശേഷങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് വരുന്നതിന് മുമ്പ് മോളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു ഞങ്ങൾ. മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം എന്തോ ഇങ്ങനെ പറയാൻ തുടങ്ങി ഇത്തിരി വിഷമത്തോടെ നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.